നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ കഥയാണ്. ഒടുവിലെ സ്റ്റാൻലി നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വരുവാണ്. സ്റ്റാൻലി സ്വയം ഡ്രൈവ് ചെയ്ത് വരുവാണ്. വന്ന് നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് സ്റ്റാൻലി ഒന്നുകൂടെ ഉറപ്പുവരുത്തി ഇത് തന്നെയാണ് വീടെന്നുള്ള കാര്യം. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലി അകത്തേക്ക് കാറ് കയറ്റിയിട്ട് കാറിൽ നിന്നിറക്കി കാറിൽ നിന്നിറങ്ങി കോളിംഗ് ബെല്ലടിക്കുവാണ്. കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു, മോളെ എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, മോളൊരു കാര്യം ചെയ്യുക, പെട്ടെന്ന് അയാൾക്കൊരു ചായ എടുക്കാൻ പറഞ്ഞു. ആ ശരി അച്ഛാ, അതും പറഞ്ഞ് അലീന അകത്തേക്ക് പോയി. ബാലേന്ദ്രൻ വന്ന് കഥ തുറന്നു. കഥ തുറന്നപ്പോൾ സ്റ്റാൻലി അകത്തേക്ക് കയറി വന്നു. സ്റ്റാൻലി വന്ന് ഇപ്പം ബാലേന്ദ്രൻ ഇരിക്കാനൊക്കെ പറഞ്ഞു. സ്റ്റാൻലി ഇരിക്കുവാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും സ്റ്റാലിൻ ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി. അതെ, കാര്യം എന്താണെന്ന് അറിയാലോ. കാരണം ഇനിയിപ്പം അച്ഛനാന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ, നിങ്ങൾ അവളെ കണ്ടുകയും വേണ്ടാന്നെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവൾക്ക് ബുദ്ധിമുട്ടാവും. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? എൻ്റെ മോളുടെ മനസ്സ് വേദനിക്കുന്നത് അതെനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എല്ലാവരും മനുഷ്യന്മാരല്ലേ, കാരണം എല്ലാവർക്കും വേദനകളും വിഷമങ്ങളും ഒക്കെ വരുമല്ലോ. പിന്നെ ഒരു കാര്യം, അവൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റേതായ രീതിയിലുള്ളൊരു ഭാവഭേദങ്ങളൊന്നും നിങ്ങളുടെ മുഖത്ത് വേണ്ട, നിങ്ങളുടെ മകളെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു, എല്ലാവരും മനുഷ്യന്മാരല്ലേ ബാലേന്ദ്രൻ. ആ അതെനിക്ക് മനസ്സിലായി. അതെ, നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പം ഞാൻ അവളോട് ചായ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ അവൾ ചായയായിട്ട് വരും. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അതെ ഞാൻ ചായ കുടിക്കില്ല, എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു, ചായ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ആ ഞാൻ കോഫിയാണ് കുടിക്കാറുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ചായ എടുക്കാൻ പറഞ്ഞല്ലോ. സാരമില്ല, ഞാൻ അവളോട് പോയി പറയാമെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അകത്തേക്ക് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും അലീന വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ ചായ എടുക്കാൻ തുടങ്ങുമായിരുന്നു. അത് മോളെ ചായ വേണ്ട എന്ന് പറഞ്ഞു. ചായ വേണ്ടേ? അതെന്താ വെച്ചാൽ അത് പിന്നെ അദ്ദേഹത്തിന് കോഫി മതി. അത് പറയാൻ ഞാൻ വിട്ടുപോയി. അതെന്താ വെച്ചാൽ ചായ കുടിച്ചാലേ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ മോളെ എന്ന് പറഞ്ഞു. ആ എങ്കിൽ ശരി, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ വന്ന് അവിടെ വീണ്ടും ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് കോഫി എടുക്കാനായിട്ട്. ചായയാണ് അവൾ പെട്ടെന്ന് എടുക്കും, കോഫിയുടെ കാര്യത്തിൽ അത്ര അങ്ങോട്ട് പോരാ. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അവളാണെങ്കിൽ നല്ല ചായ സ്പെഷ്യലിസ്റ്റും കൂടെ ആയിരുന്നു. കോഫി അത്രയ്ക്ക് അങ്ങോട്ട് പരിചയപ്പെട്ട് വരുന്നുള്ളൂ, അത്രയ്ക്ക് അങ്ങോട്ട് അവൾക്ക് പിടുത്തമില്ല എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ സ്റ്റാലിയോട് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ എൻ്റെ മോളാന്നും പറഞ്ഞുകൊണ്ട് അവളെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവർ ബിസിനസ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയണം. റബ്ബർ ബിസിനസ്സിനെ കുറിച്ചൊക്കെ. അല്ല, കുളത്തൂപ്പുഴയിൽ തങ്ങൾക്ക് റബ്ബർ ബിസിനസ് ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. കുറച്ച് റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാനാന്ന് പറ. ഇപ്പോഴത്രയ്ക്ക് ഇതായിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ പാലായാലും റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴത് കുറേശ്ശെ ഇല്ലാതായിട്ട് വരുവാ. പിന്നെ തങ്ങൾക്ക് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ, തങ്ങൾക്ക് സ്വർണ്ണത്തിന് ബിസിനസ് അല്ലേ. ഓരോ ദിവസം സ്വർണ്ണത്തിന് വില കയറിക്കൊണ്ടിരിക്കുമല്ലേ, ആൾക്കാർക്ക് സ്വർണ്ണത്തോടുള്ള ഭ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ തങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ ബാലേന്ദ്ര എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലി കുറേ റബ്ബർ ബിസിനസ്സിനെ കുറിച്ചും അങ്ങനെ അതിൻ്റെ കുറച്ച് ഒറിജിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അലീന അതിലൂടെ കോഫിയായിട്ട് ഇങ്ങനെ വരുന്നത്. ഒരു നിമിഷം സ്റ്റാൻലി നിശബ്ദയായി. അലീന അങ്ങോട്ട് വരുന്ന സമയത്ത് അലീനയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. അലീന ഇങ്ങനെ ആ ട്രേ ഒക്കെ കോഫിയൊക്കെ പിടിച്ചിങ്ങനെ വരുന്ന സമയം അലീനയുടെ മുഖത്തുനിന്ന് കണ്ണ് പറിച്ചിരിക്കുന്നില്ല. അങ്ങനെ അലീന വന്ന് മുന്നിൽ നിന്നിട്ടും സ്റ്റാൻലി മുഖത്തുനിന്ന് ഇങ്ങനെ നോട്ടം മാറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പെട്ടെന്ന് ഒന്ന് ചുമയ്ക്കുവാണ്. ആ അപ്പോഴേക്കും സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, കോഫി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഇങ്ങനെ സ്റ്റാൻലി നോട്ടം മാറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു, മോളെ ഇതാരാന്ന് മനസ്സിലായോ? ഇതെൻ്റെ ഒരു ക്ലയൻറ്റാണ്, ലാലിച്ചന് കുറേ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിചയപ്പെടുത്താൻ മറന്നു, ഇതെൻ്റെ മോള് അലീന എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്റ്റാൻലി ഇങ്ങനെ അലീന ഒന്ന് നോക്കി. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കണേ? നിങ്ങൾ തമ്മിൽ മുൻപരിചയം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റാൻലി ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് പതറി. എന്നിട്ട് പറഞ്ഞു, എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഒരു തോന്നലെന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലേന്ദ്രൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷൻ ബാലേന്ദ്രനെ പിടികൂടുന്നുണ്ട്. ബാലേന്ദ്രൻ അലീനയോട് ചോദിച്ചു, മോളെ രോഹിത്ത് എപ്പോഴാണ് വരണമെന്ന് ചോദിച്ചു. രോഹിത്ത് വൈകുന്നേരമോ കൃഷ്ണയോ? അവൾ ഉച്ചയാകുമ്പത്തേനും വരും, അവൾക്ക് എക്സാം അല്ലേ അച്ഛാന്നൊക്കെ ചോദിച്ചു. ഇതേ സമയം
ഉം. സ്റ്റാലി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. പിന്നീട് സ്റ്റാലി പറഞ്ഞു, കോഫി കൊള്ളാം, നല്ലതാന്ന് പറഞ്ഞു. കുറച്ച് സിപ്പ് ചെയ്ത് നോക്കിയിട്ടാണ് പറയണേ. അപ്പോഴേക്കും അലീന "ആ, ശരി, എന്നെ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞപ്പം വെൽക്കം എന്ന് അലീന പറയുകയും ചെയ്തു. പക്ഷെ ആ സമയത്തൊക്കെ അലീനയുടെ മുഖത്തൊന്നും കണ്ണു പറിക്കുന്നുണ്ടായിരുന്നില്ല സ്റ്റാൻലി. അങ്ങനെ തന്നെ സ്റ്റാൻലി നോക്കി നിൽക്കുവാണ്. പിന്നീട് സ്റ്റാൻലി പെട്ടെന്ന് ചോദിച്ചു, ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു ജോലി അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ സമയം പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ ഓരോന്ന് അലീനയോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, ആ കോഫി ഇവിടെ വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അല്ല, അച്ഛന് കോഫി ഉണ്ടേ, ഞാൻ കോഫി കുടിക്കില്ലെന്ന് അറിയാലോ. അല്ല അപ്പം ഇത് അതെ, ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു കോഫിയും കൂടെ ആവശ്യമായിട്ട് വരും, മോളതിവിടെ വെച്ചിട്ട് പോയിക്കോ. ആ, എങ്കിൽ ശരി എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അലീന ആ കോഫി അവിടെ വെച്ചിട്ട് തിരിഞ്ഞു നടന്നു. സ്റ്റാൻലി പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സ്റ്റാൻലി പറഞ്ഞു, ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങുന്നത്, എന്താ ഒരു തീരുമാനമൊന്നും പറഞ്ഞില്ല എന്താന്ന് ചോദിച്ചു. അതെ, ഇപ്പം എനിക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല, എനിക്ക് ആലോചിക്കാൻ സമയം വേണം, കുറച്ച് സമയം ആവശ്യമാണ് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല യെസ് ആണെങ്കിൽ യെസ്, നോയാണെങ്കിൽ നോയ, എന്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞു, അതിനിപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സ്റ്റാലി ബാലേന്ദ്രനെ നോക്കി, എനിക്ക് ഒരു തീരുമാനം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഞാൻ അവളെ കണ്ട ഷോക്കിലാണ്. അത് എൻ്റെ അമ്മച്ചിയാന്ന് പറഞ്ഞു. സ്റ്റാലി ഒരു അമ്പരപ്പോടു കൂടി ബാലേന്ദ്രൻ നോക്കി. 10-23 വർഷം മുമ്പ് മരിച്ചു പോയത് എൻ്റെ അമ്മച്ചി. ആ അമ്മച്ചി എൻ്റെ മുന്നിലേക്ക് നടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നേ. അതേ മുഖം, അതേ ചിരി, അതേ നടത്തം, എല്ലാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കുറച്ച് ഇമോഷണലാ ബാലേന്ദ്ര എന്നും പറഞ്ഞിട്ട് സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി കാറിനടുത്തേക്ക് നടന്നു. ബാലേന്ദ്രൻ പുറകെ നിന്നു. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോഴും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല എന്തെങ്കിലും സംശയമുണ്ടോ? അത് നിങ്ങളുടെ മോളല്ല, അങ്ങനെ ഞാൻ എന്തേലും തെളിവുകളും കാര്യങ്ങളും നിരത്തേണ്ടതുണ്ടോ? ഒന്നും വേണ്ട, തെളിവുകളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് മനസ്സിലായി, തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ അവൾ എൻ്റെ മകളാന്നുള്ള കാര്യം. ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ നോക്കണം, കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് എനിക്ക്, അതുകൊണ്ടാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, അതിനെന്താ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ നോ പറഞ്ഞു. അങ്ങനെ ഞാൻ നോ പറയില്ല. അങ്ങനെ സ്റ്റാലിയെ താഴ്ത്തിക്കെട്ടരുത് ബാലേന്ദ്ര, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാലേന്ദ്രനെ വിളിക്കാം. അതും പറഞ്ഞിട്ട് സ്റ്റാലി കാറിനടുത്തേക്ക് നടന്നിട്ട് വീണ്ടും തിരിഞ്ഞ് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രൻ്റെ കൈ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. ഒരു നിമിഷം ബാലേന്ദ്രൻ്റെ അമ്പരപ്പോടുകൂടി സ്റ്റാലിയെ നോക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാലി പറഞ്ഞു, അതെ, നിങ്ങളെ എത്രമാത്രം അവൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങളെ അച്ഛാന്ന് വിളിച്ചില്ലേ, നിങ്ങൾ മോളാന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എത്ര ബ്യൂട്ടിഫുള്ളാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അച്ഛനുമുള്ള റിലേഷൻഷിപ്പായിരുന്നു ഇന്ന് ഞാൻ കണ്ടത്. ഒരുപക്ഷെ എനിക്കിതിൻ്റെ പകുതി സ്നേഹവും കരുതലും ബഹുമാനവും അവൾ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചത്ര വേറെ ആർക്കും ഇനി അവൾക്ക് ആരെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവളെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് തന്നത്ര സ്നേഹം അവൾ എനിക്ക് തരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാലി പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെയായി. സ്റ്റാലിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സ്റ്റാലി കണ്ണൊക്കെ തുടയ്ക്കുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ സ്റ്റാലി ഒന്ന് നോക്കി, ഒന്നും മിണ്ടിയില്ല. സ്റ്റാലി പറഞ്ഞു, ശരി എങ്കിൽ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാലി പോയി ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി പോന്നു. ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേനും അലീന ചോദിച്ചു, അച്ഛാ അയാൾ സാർ പോയോന്ന് ചോദിച്ചു. പോയിന്ന് പറഞ്ഞു. എന്താ മോളെ, എന്തോ കണ്ടപ്പോൾ മുതൽ എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ, സാധാരണ ഉള്ള ഒരാളെ കണ്ണുപോലെ അല്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ മുഖം കൊടുത്തില്ല. പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് സ്റ്റാൻലി ഹോട്ടലിലേക്ക് ചെന്നു. സ്റ്റാൻലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് മദ്യമെടുത്ത് കുടിക്കുകയാണ്. ആ സമയത്തും സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് അലീനയുടെ മുഖം കടന്നു വരുവാണ്. അലീന തൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം. അങ്ങനെ കുറേ സമയം കഴിഞ്ഞുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി ബാലേന്ദ്രനെ വീണ്ടും വിളിക്കുവാണ്. എന്താ സ്റ്റാൻലി, എനിക്ക് അവളെ ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കാണാനോ? അതെ, ഞാൻ ശരിക്കും അവളെ കണ്ടിട്ടില്ലാന്ന് തോന്നേ, ഒന്നുകൂടെ എനിക്ക് കാണണം, ശരിക്കും ഒന്നുകൂടെ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നിങ്ങൾ ആദ്യം ഒരു തീരുമാനം പറ, അവളെ വേണോ വേണ്ടയോ, അതിനുശേഷം കാണലും പരിപാടിയൊക്കെ മതിയെന്ന് പറഞ്ഞു. ഇത് കേട്ടതും സ്റ്റാൻലി പറഞ്ഞു, എനിക്ക് അവളെ വേണം എന്ന് പറഞ്ഞു. നിങ്ങൾ അവളെ എന്നെ അടുത്തേക്ക് ഒന്നുകൂടെ കൊണ്ടുപോവാ.
അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ വീട്ടിലേക്ക് നിങ്ങളെ വിളിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ടൗണിൽ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. ഞാൻ അവളെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം, നിങ്ങൾ അവിടേക്ക് പോരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, ആയിക്കോട്ടെ. സാധാരണഗതിയിൽ ഞാനിങ്ങനെ ആരോടും റിക്വസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ബാലേന്ദ്ര, നിങ്ങളുടെ മുന്നിൽ എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് വന്നു. കാരണം നിങ്ങൾ എന്നെ അടിമുടി മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അവളെ കാണണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾ അറിയാൻ പാടില്ല ഞാൻ അവളെ കാണുന്നുണ്ടെന്ന്. അല്ല, ഇപ്പം എന്തിനാ പെട്ടെന്ന്? എനിക്ക് അവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ വേണം. അതെന്തിനാ? എനിക്ക് എൻ്റെ അപ്പച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്തു. ഞാൻ അവളെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കൊണ്ടുവരാം, നിങ്ങൾ അവിടേക്ക് പോരാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് സ്റ്റാലിൻ കോള് കട്ട് ചെയ്തു. ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. അത് കാണേണ്ട ഒരു കഥ തന്നെയാണ്. കാരണം ആദ്യമായിട്ട് തൻ്റെ മകളെ കാണുമ്പോഴുള്ള സ്റ്റാലിൻ്റെ ആ മുഖത്തുണ്ടാകുന്ന വ്യത്യാസവും കാര്യങ്ങളും ആ മനസ്സിൻ്റെ വേദനയും അതുപോലെ തന്നെ ബാലേന്ദ്രനോട് നന്ദി പറയുന്നതൊക്കെ നല്ല അടിപൊളി വിശേഷം തന്നെയാണ് ഇന്നത്തെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പോൾ പനിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് കൃത്യസമയത്ത് ചാനലിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അതുമാത്രമല്ല, ഒറിജിനൽ കഥ വരാനായിട്ട് കുറച്ച് ലേറ്റായി കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.